അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട വെണ്ടയിൽ ഇതാ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെ കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വളപ്പിലെ പണിയിലെല്ലാം ആണ് കേട്ടോ. രാവിലെ നല്ല മഴയാണ്, പക്ഷെ ഇടയ്ക്ക് ചെറിയൊരു ആഴ്ച കിട്ടുമ്പം ഇറങ്ങിയതാണ്. അപ്പോൾ ചേമ്പെല്ലാം നടാനുണ്ട്, അന്നത്തിൻ്റെ ബാക്കി. പിന്നെ കുറച്ച് പച്ചക്കറി പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല, കുറച്ച് പയറും പിന്നെ കൊടവരിക്കില്ലേ അതും അവിടെ ചാലാക്കിയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അതെ, മുളച്ചിനെങ്കിൽ നമുക്ക് വേറെ അപ്പുറമെല്ലാം ഇനിയും നടാം. അപ്പോൾ ചേമ്പ് ബാക്കിയിൽ ചേമ്പെല്ലാം നടുന്ന തിരക്കിലാണ്. പിന്നെ നമ്മളെ ചക്കയെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്, അതും ആക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചേമ്പ് നടുമ്പം ഇതേപോലെ ഇല ആ നടിയിൽ ഇട്ട് കൊടുക്കല്. അപ്പോൾ അത് ഇവിടെ കുറേ ഉണ്ട് ഇല, അത് വാരാൻ വേണ്ടിയിട്ട് വന്നിട്ട് അതിൽ കേട്ടോ. ചേമ്പിൻ്റെ കണ്ട നടാൻ വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കി കുറേ താളിൻ്റെ പോളയുണ്ടേ. അമ്മ നമുക്ക് നല്ല അന്നത്തെ പോലെ ഉപ്പേരി ആക്കിയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഉപ്പേരി ആക്കിയത്. അല്ലെങ്കിൽ കപ്പക്കയും താളുമ്പോളയും പുളിശ്ശേരി, പക്ഷെ കപ്പക്ക കിട്ടാനില്ല അല്ലേ? കിട്ടാനില്ല ഇപ്പൊ. നമുക്കെല്ലാം ഇങ്ങനെ തൈ ആയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ചെറുങ്ങനെ അങ്ങോട്ടാവുമ്പോ പിടിക്കും. നമുക്ക് താളലാവുമ്പോ പിടിക്കുമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇവിടെ പറിച്ചിട്ട ചേമ്പാണ്. എല്ലാം നിലത്ത് വേര് പിടിച്ചുവല്ലോ മേ. വേര് പിടിച്ചു. അപ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം. അടിയിൽ ഇല മാത്രമേ ഇട്ട് കൊടുത്ത് ചെല്ലൂ കേട്ടാ. വേറെ എന്താ ചാണം ഇട്ട് കൊടുക്കലില്ല അമ്മ? ചാണം ഇടുന്നവർക്ക് ചാണം ഇട്ടിട്ട് നടാം കേട്ടാ. നമ്മ ഇല മാത്രമേ ഇട്ട് കൊടുക്കല്. ഇവിടെയും കുറേ കണ്ട മുറിച്ചിട്ടിട്ടുണ്ട്. അച്ഛൻ വരുന്നുണ്ട് കേട്ടാ. അതാ ഒരു വലിയൊരു ചെറുത്, വലുതാണെങ്കിൽ ഒന്ന് മാത്രം, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം. അങ്ങനെ നടല്ലേ? നടന്ന് ഇങ്ങനെ അടിയടിയും വെറുതെ കളയാൻ എനിക്ക് മനസ്സില്ല. അപ്പോൾ എല്ലാം രണ്ടെണ്ണം തന്നെ എടുത്ത് വെക്കുന്നു. ഇനിയായിട്ട് നടാൻ കഴിയില്ല, ഇച്ചിരി ഇവിടെ നട്ടിട്ട് മതിയാക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ അന്ന് അനിയേട്ടനും അച്ഛനെല്ലാം പണി സാധനം ഷീറ്റെല്ലാം വലിക്കുന്നുണ്ട്, അതിന്റെ ഒച്ച കേൾക്കുന്നു. അത് കാണാണ്ട് അവര് സ്ലേവ് അടിക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടായിരിക്കും, ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങോട്ട്. അതെ, ഇങ്ങനത്തെ ആണെങ്കിൽ ഒന്ന്, ഇങ്ങനത്തെ ആണെങ്കിൽ ഒന്ന്, രണ്ടെണ്ണം വരുമ്പോൾ ചെറുത് വരുമ്പോൾ രണ്ടെണ്ണം. അപ്പം നമുക്ക് എല്ലാം നട്ടിട്ട് കാണാം കേട്ടോ. ഞാനും അമ്മേനൊന്ന് സഹായിക്കട്ടെ.
അപ്പോൾ നമ്മളെ താളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുളച്ച് പൊന്തി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. എന്താ ഇതെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മ ഓൾറെഡി മുന്നേ അമ്മ പണിയില്ലാത്ത ദിവസമെല്ലാം ഇങ്ങനെ നട്ടതാണ്. അതെല്ലാം മുളച്ചിട്ട് ഏകദേശം വലുതായിട്ടുണ്ട് അല്ലമ്മേ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ കിട്ടിയോണ്ട് കുറച്ച് സമയം വീഡിയോ എടുപ്പിച്ചു. നമ്മ നടുന്നേലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കലും അതിൽ പിന്നെ വരലും എല്ലാം നമ്മ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ലോകം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാളെ ഒരുമിച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അച്ഛനെ കിട്ടിയോണ്ട് കുറച്ച് സമയം അങ്ങനെ നമ്മ എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നട്ടിട്ട് എല്ലാം മൂടിയിട്ടാ. അപ്പോൾ കുറച്ച് പയറും കൊടോരിക്കെല്ലാം നട്ടു. കുറേയെല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ട ഇവിടെ അമ്പലം ഉണ്ടോന്ന്. ഇതാ അമ്പലം കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ. അതിൻ്റെ ഭണ്ണാരം മാത്രമാണ് ഇതാ അവിടെ കാണുന്നത്. മറ്റേ അതിൻ്റെ ബാക്കിലുള്ളത് വീടാണ് കേട്ടോ. ക്ഷേത്ര പാലക്കാട് ക്ഷേത്രം, പിന്നെ തറവാടും ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇനി ചക്കപ്പണിയില്ലേ? ചക്കപ്പണിയുണ്ട്. ചക്ക രാവിലെ പറിച്ചിട്ട് അച്ഛനോട് പറിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇഷ്ടമാതിരി ഇതാ ഇതിൻ്റെ മേലെ ചക്കയുണ്ട് കേട്ടോ. നമുക്ക് കുറേ വൈകിട്ടാണ് പിടിച്ചിനി. അതുകൊണ്ട് ഇതാ നല്ലോണം ചക്കയുണ്ട്. ഇടിയുണ്ട്. അപ്പുറം ബേക്കിൽ നമ്മളെ ബേക്കിലത്തെ ടൈമിലുണ്ട് കുറേ. ഇപ്പം നമ്മൾ കർക്കിടക മാസത്തിലെല്ലാം ചക്ക പറിച്ചിട്ട് വെക്കാം. അപ്പോൾ ലാസ്റ്റ് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ചക്കയുണ്ട്. അതൊന്ന് സൂം ചെയ്യാൻ നോക്കിയാണ്. കൈക്ക് മണ്ണായോണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ചക്ക കുറേ ഉണ്ട്. കൈ മൊത്തം മണ്ണാണ് കേട്ടാ. ചളിയാന്ന് പറ്റി. അപ്പൊ നമുക്കിനി അതെല്ലാം കഴുകിയിട്ട് ചക്കപ്പണി തുടങ്ങാം. അപ്പൊ നേരത്തെ മഴയുണ്ടായോണ്ട് കൊടയിലെടുത്തിട്ടാ വന്നിനി. മഴ കൊടുത്തിട്ടുണ്ട്. ഒരു ചുള്ളി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് മഴ ചെയ്യുമ്പോൾ വെച്ചു വെണ്ടക്കാല്ലേ. അപ്പൊ നമ്മളെ കമ്പോസ്റ്റ് തന്നെ ഉണ്ടായ വളമാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി വിചാരിച്ച എന്താ അറിയാ, ഇപ്പൊ കുറച്ച് പച്ചമാങ്ങ ഉണ്ട് ലാസ്റ്റ് പിടിച്ചത്. അതെ, ആദ്യം പിടിച്ചതെല്ലാം പഴുത്തിട്ട് കഴിഞ്ഞു. അപ്പം അത് പറിച്ചിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് മീൻ കിട്ടുമ്പോൾ ഉണക്ക് കിട്ടുമ്പോൾ എല്ലാം നമുക്ക് അല്ലെങ്കിൽ ചമ്മന്തി ആക്കാം, അല്ലെങ്കിൽ ഈ വെള്ളരിക്കൻ്റെ പൊട്ട് പുളിശ്ശേരി ആക്കാം, അങ്ങനെ എല്ലാം ആക്കാം. അപ്പോൾ അത് പറിച്ചിട്ട് ഇപ്പം കടവാതലോ ഇപ്പൊ എന്തോ ആ ചെറിയ കടവാതലറ്റം വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മാങ്ങ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും. ഇവിടെ വരലില്ല നമ്മ പറഞ്ഞു. അതിന് ശേഷം മൊത്തം കടിച്ചിടുന്നുണ്ട്. കടവാതലാന്നറിയില്ല, പിന്നെ വന്നിട്ട് എല്ലാം കടിക്കുന്നുണ്ട്. അപ്പൊ പച്ചമാങ്ങ ഉണ്ട് കുറേ. അപ്പൊ ഇതിന്റെ ഇടക്ക് കുറിച്ച് ഞാൻ കുറേ പറിച്ചു വെച്ചിന്. കൊട്ട കെട്ടിച്ച് ബാക്കിയുള്ളതും കൂടി നമുക്ക് പറിച്ചു വെക്കാം. അല്ലെങ്കിൽ വെറുതെ വീണിട്ട് കളയണ്ടേ. അപ്പൊ നമുക്ക് ആ പച്ചമാങ്ങ എല്ലാം നമുക്ക് പറിക്കാം. ആ കല്ലുമ്മല് അപ്പൊ മഴയും പെയ്യല്ലേ. മഴ ചാടുന്നുണ്ട്. ഇവിടെല്ലാം വലിയ മുട്ടിക്കല്ലുണ്ട് കേട്ടാ, പാറക്കല്ല്. അതിമേരം വീഴുന്നു. കൊക്കയെല്ലാം കെട്ടിയിട്ട് ഇവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. കത്തിക്കൊട്ട അതിന്റെ വില വിലൊന്നും കല്ലിന്റെ വില അല്ല, നമ്മളെ കമ്പോസ്റ്റിന്റെ പോവാ. അയിമേന അധികം മാങ്ങ വീഴല്. അടുത്താലേക്ക് പോകുന്നു. പിന്നെ വേറെ തന്നെ മാങ്ങ പറിക്കുന്നില്ലേ, വീഴാണ്ട് അതിന്റെ കൊട്ടയിലൊക്കെ തന്നെ വീഴുന്ന അങ്ങനത്തെ എല്ലാം വേണം. അപ്പൊ വസന്തമ്മ നമ്മളെ കാണാനായിട്ട് പരിചയായിരുന്നുണ്ട് കേട്ടാ. മാങ്ങാച്ചാറാക്കാനാ ബാക്കി ഞാൻ പറിച്ചുതരാമ. വാ ഓയ് വരൂ, കൊണ്ടാവാ. അപ്പോൾ മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുറേ എണ്ണം കല്ലുമ്പോൾ വീണിട്ട് പൊട്ടിപ്പോയി. പിന്നെ കുറച്ചെണ്ണം പൊട്ടാത്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴുകിയിട്ട്
തുടച്ച് കൊട്ടയെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കുറേ നാൾ നിൽക്കും അല്ലേ? കുറച്ചാണ് നിൽക്കും, 1 മാസം നിൽക്കും. അപ്പോൾ നമുക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ മീനിലോ അങ്ങനെ ഇടാനാ. കുറച്ച് നമുക്ക് അച്ചാറാക്കി വെക്കാം. അച്ചാറാക്കി വെക്കാം. ഇപ്പം അധികം സ്കൂളിൽ ചോറുകൊണ്ടുകൊണ്ട് അച്ചാറുണ്ടെങ്കിൽ കുറച്ച് മുറിച്ചിട്ട് നമുക്ക് ഇടാം. എന്നാൽ ഇതെല്ലാം നമുക്ക് പിന്നെ മുറിച്ചിടാം. അന്ന് ഞാൻ കുറച്ച് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതവിടെ കെട്ട് ഇത് നമുക്ക് അച്ചാറിന് മുറിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ കൊല്ലത്തെ മാങ്ങ നമ്മളത് കഴിഞ്ഞ് 2-3 ഉണ്ട് അതിൻ്റെ മേലെ. അതിന് പക്ഷികൾ തിന്നോട്ട് നമുക്ക് കിട്ടുന്നില്ല, അത് മേലെയാന്നില്ലത്. അപ്പോൾ നമുക്കിതിന് മുറിച്ചിട്ട് അച്ചാറാക്കാം. അരിക്കൂട്ടൻ്റെ സ്കൂളിൽ ചോറുണ്ടോണം. അപ്പോൾ അച്ചാറുണ്ടായാൽ നല്ലതല്ലേ ഒരു കറി. ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് നമുക്കിത് മുറിച്ചിടാം. നമുക്ക് ചക്ക പരിപാടി തുടങ്ങാം. അതെ. നല്ല പേരക്കാ തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ്. അയിമൊന്ന് പഴുത്തിട്ടുണ്ടായിന്. ലഗൂസേ അയിമൊന്നൊരു പേരക്ക ഇട്ടിരുന്നു. ഹസ്നമ്പൊക്കെ കൊടുത്ത് ഒന്നേ ഉണ്ടായിട്ടു അത് മുറിച്ചു. മധുരമില്ലല്ലേ? മധുരം കുറവ്, നല്ല കളറല്ലേ. മഴ പെയ്തിട്ടാണ് മധുരമില്ലാത്ത. അപ്പോൾ അമ്മ ആയുധമെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ചക്ക കൊത്താൻ വേണ്ടിയിട്ട്. ചക്കേൻ്റെ കറ ഭയങ്കരല്ലേ? വളഞ്ഞാറ് പോയിക്ക് കുറച്ചാണ്ട് ഞാനവിടെ കൊണ്ടുവച്ചു. പിന്നെ അതിന് വരെ വെള്ളം എടുത്ത് വയ്ക്കും ചെയ്തു. ഞാൻ അവിടെ മണ്ണ് ഇല പറ്റിയിട്ട് അപ്പോഴുള്ള കറിയെല്ലാം ചടിയും തോന്നി. ഇത് കൊത്തി ഇരിഞ്ഞിട്ട് വേണം കുളിക്കാൻ, മറ്റേ മേത്ത് ചടിയാൻ. ഓണം മൂത്തിന് നല്ല ചക്കയാണ്. എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ചക്കാട്ടാ. നല്ല ടേസ്റ്റാണ്. ചക്കക്കും പലതരത്തിലുണ്ട് കേട്ടാ. ചക്കയും ഇത്ര നാൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിട്ടാ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ചക്കയും പിന്നെ പവികളേപ്പൻ്റെ അടുത്ത് നിന്ന് കൊണ്ടല്ലേ ആ ചക്കയും എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ രണ്ടും വെച്ചാൽ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടാ. നല്ല രസമാണ് ചക്ക. ഒരു പിന്നെ വളഞ്ഞു കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാതെ എന്താണെന്ന് അറിയില്ല, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് കൊത്തിയിരിയ ചക്ക ഇരിയുന്നുണ്ട്. വൈകുന്നേരം വസന്തമ്മയും വന്നിട്ടുണ്ട് ഹെൽപ്പിന്. അപ്പൊ നമുക്കത് അടുത്തിട്ട് കൊടുക്കാം. അപ്പൊ വസന്തമ്മ എല്ലാം അതായിക്കോട്ടെ. അപ്പൊ ഞാൻ ഒരു കുടി കഴിക്കാട്ടാ. ഞാൻ വസന്തമ്മയും കൂടി വൃത്തിയാക്കിയ നിങ്ങൾ കൊത്തി തന്നാ മതി. അതെ. അധികം ഇരിയേണ്ട പണിയില്ല. നല്ല രസമുണ്ടായി തിന്നാൻ വേണ്ടിട്ട്. ഒരു മധുരം അല്ലേ, കുറച്ച് നല്ല മൂത്തിന്. പക്ഷെ പഴുത്തിട്ടാ, പക്ഷെ നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഇരിയുമ്പോൾ ഞാനും കുറേ വയറ്റിലേക്ക് എത്തിച്ചു. എന്താ വെച്ചാൽ കൊത്തി കളച്ചിട്ട് എനിക്കും വിശക്കുന്നുണ്ട്. അപ്പം വെള്ളായി. അപ്പൊ നമുക്ക് അപ്പൊ ഒരു ഉണക്കും കൂടെ വേണ. ഉണക്കില്ല. അപ്പൊ ചൂട് കഞ്ഞിയും ചക്കയായിരിക്കും ഇന്ന് അല്ലേ? കുറവായിരിക്കും. പിന്നെ വൈകുന്നേരം കാര്യമായിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. അതെ. ഇല്ല, ഞാൻ കുളിക്കലായി. ഞാനത് ആ മടലെല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ട് ആ മഞ്ഞളിട്ട് കൊടുത്തു. തായലിപ്പോൾ കൊണ്ടുപോയിട്ട് പാടെ ഇടാൻ ബാക്കിയുണ്ടായിട്ട് മറ്റോട്ടിലിട്ട്. അതെ, ഇനി അത് നല്ല ചീഞ്ഞ് അതിന് വളവും. അപ്പം നമുക്ക് ഉണക്കുമില്ല മീനും ഇല്ല. അപ്പോൾ ഈ വൈരിങ്ങ പൊരിക്കാൻ വിചാരിച്ചിട്ടാണ്. ചക്കയും വൈരിങ്ങ പൊരിച്ചതുമാണ് ഇന്ന് നമുക്ക്. ചക്കയുടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. റൗണ്ടിൽ മുറിക്കാതെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊരിച്ച് കഴിഞ്ഞാൽ. അത് ഈ വറുത്ത് കഴിഞ്ഞാലോ സാമ്പാറിലിട്ടാലോ ഒന്നും കൂട്ടൂല. പൊരിച്ചാൽ പിന്നെ എല്ലാം ഓനെ നിന്നോളും. അത്രക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് വെള്ളയിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് മസാലയെല്ലാം വരക്കാം അല്ലേ. ചിക്കൻ മസാല ഇട്ടിട്ട് ആക്കലുണ്ട്, പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് ആക്കലുണ്ട്. അല്ലാണ്ട് സാധാരണ മീൻ പൊരിക്കും പോലെ മഞ്ഞളും കുരുമുളകും മുളക് പൊടിയും മാത്രം ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ പൊരിക്കുക. പിന്നെ നമുക്ക് സാധാ മീൻ പൊരിക്കുമ്പോൾ പോലെ പൊരിക്കാം അല്ലേ. അമ്മ ഇവിടുന്ന് ചക്കരെല്ലാം വറുത്തിടുമ്പോഴത്തേനും നമുക്ക് വേഗം വൈനിങ്ങ പൊരിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്ക പിന്നെ കുറേ വട്ടം കാണിച്ചു, ഇനിയും കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ചക്ക കിട്ടാത്തവർക്കെല്ലാം ഇത് കാണുമ്പോൾ നല്ല ഇഷ്ടമുണ്ടാവും. നമുക്കിപ്പോൾ ഇതെല്ലാം എപ്പോഴും തന്നെ കണ്ടുകൊണ്ട് ഇപ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് ചക്ക ഇല്ലാത്തവരുണ്ടാവും, അവർക്ക് ഭയങ്കര പ്രിയമായിരിക്കും. പക്ഷേ ഈ കാലാവസ്ഥയും മഴക്കും നമുക്ക് എപ്പോൾ നല്ല ഇഷ്ടമാണ് ചക്ക. നമ്മൾ വറുത്തിട്ട് കൊടുക്കല കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മസാല നല്ലവർക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം മസാല വിരക്കി എടുത്തിട്ടുണ്ട്, നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. വലിയെന്തോ മീൻ പൊരിക്കാൻ വെച്ച പോലെ ഉണ്ട് കാണുമ്പോൾ. വൈനിങ്ങ പൊരിച്ചത് കാണുമ്പോൾ അയപ്പുറം വെച്ച് വെച്ച മതിയുണ്ട്. പൂച്ച മോലോട്ട് നോക്കിയിട്ട് ഒരേ കരച്ചില്ല, മീൻ പൊരിച്ചത് പോലെയാണ് സ്മെല്ല് വരുന്നില്ല. അപ്പൊ മീനാണെന്ന് വിചാരം. ചക്കയും വൈനിങ്ങപ്പേരും സ്രാവണക്കും ഉണക്കും മീനൊന്നും കിട്ടിയിട്ടാന്ന് പറയുന്നത് അച്ഛൻ വരുമ്പോൾ കേട്ടിനും തോന്നുന്നു. സ്രാവണക്കും കൊണ്ടുവന്നു. അച്ഛൻ വരുമ്പോ കഞ്ഞുടിക്കാൻ വരുമ്പോ ഉണക്കം മണിച്ചിട്ടാ വന്നിന് കേട്ടാ. അതുകൊണ്ട് എനിക്ക് ഭാഗ്യായി, ഒന്ന് മണപ്പിക്കാനും കിട്ടിയല്ല. അതെ, ഉണക്ക് വരിക്കുന്ന സമയം കൊണ്ട് വൈകുന്ന വെച്ചിട്ട് വസന്തമ്മക്ക് ആദ്യം കൊടുത്തു കേട്ടാ. അപ്പോൾ അതാ നമ്മളെ വഴുതനങ്ങ വെച്ചതും ചക്കയും ഉണക്കും കഞ്ഞിക്ക് പറ്റിയ കറിയാണ് വേണ്ട. അപ്പൊ നമുക്ക് ചോറ് വെച്ചിട്ട് കാണാം. ഹായ്. അപ്പൊ നമ്മ അതെ ആടുന്ന് കഞ്ഞി കുടിച്ചു. എല്ലാരും ഇപ്പുറം ഇങ്ങനെ വന്നിരിക്കുന്നു. ഇന്ന് മൊത്തം അമ്മേന്റെ അടുത്ത് അപ്പുറത്തുനിന്നാണ് ചോറ് എല്ലാം ആക്കി കഴിച്ചത്. അപ്പോ നമ്മ ചോറ് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുമ്പോ തന്നെ നല്ല ഇരുട്ട് പിടിച്ചു. ഇവിടെ മഴ അപ്പൊ നമ്മളെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കുറച്ച് എന്തെല്ലോ വളപ്പില് പണിയുണ്ടായിരുന്നു രാവിലെ. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അതേ രീതിയിലൊരു ചോറും കറിയെല്ലാം ഉണ്ടാക്കി. വളപ്പിലത്തെ പണിയല്ലേ ഇനി മതിയാക്കി, കുളിയെല്ലാം കഴിഞ്ഞൊന്നും എടുക്കൂല. അതെ. പിന്നെ അതിനിടക്ക് മാങ്ങ പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. അത് മുറിക്കണം, അതിന് പിന്നെ പ്രശ്നമില്ലല്ലോ. അത് പിന്നെ മുറിച്ചിട്ട് നമുക്ക് അച്ചാറാക്കാൻ വേണ്ടി മുറിച്ച് വിടണം. അപ്പം കഞ്ഞി കുടിച്ചിട്ട് ലിജിക്ക് ദിവസം കടന്നുറങ്ങണം എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എങ്ങനെ പറയുന്നത്. വൈകുന്നേരം മുറിക്കാന്നെല്ലാം പറഞ്ഞു. ഞാൻ ചിലപ്പോൾ മുറിച്ചു ഉറങ്ങൊന്നും ചെയ്യില്ല, എനിക്ക് ഷോർട്സ് എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അപ്പൊ അതെന്തായാലും ഇന്ന് അത് മുറിച്ചു വിടണം. വെറുതെ പിന്നെ അങ്ങനെ വെച്ചിട്ട് അത് ഇനിയിപ്പം മുറിക്കുന്നില്ല, വൈകുന്നേരമായിട്ട് മുറിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പിലിട്ട് പിന്നെ അത് അച്ചാറാക്കുമ്പോ ബാക്കി പറഞ്ഞു. വേറെ ഒന്നുമില്ല. അതിലൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്, അവര് വരണത്രേ. അപ്പൊ ഇന്ന് നമ്മളെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ എടുത്തുന്നേ ഇല്ലു. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനൊന്നുമില്ല. പാട്ട് പാടുന്നുണ്ടാ? അയ്യോ, എനിക്ക് പാട്ടൊന്നും അറിയില്ല. ലേഖം പാട്ട് പാടുന്നുണ്ടാ? പാട്ടറിയില്ല. അറിയില്ല അല്ല, ഇങ്ങനെ ഒരു വരി രണ്ടു വരി എല്ലാം അറിയും. അതെല്ലാം പിന്നെ അപ്പങ്ങും പാടാം. എന്നാ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈ.